ചെസ് നമ്പർ 103. എല്ലാവർക്കും ഫുൾ എ പ്ലസ്. അമ്മ ഇതറിഞ്ഞ നീ ഫുൾ എ പ്ലസ് ഇല്ലാതെ ഇങ്ങോട്ട് വന്നേക്കരുത്. എന്നോട് വർക്ക് ചെയ്യുന്നതിന് മുന്നിൽ എന്റെ സ്റ്റാറ്റസ് എന്താകും? ഇത്തവണ എങ്ങാനും മാർക്ക് കുറഞ്ഞ അച്ഛനറിഞ്ഞ കൊല്ലും. കഴിഞ്ഞ തവണ മാർക്ക് കുറഞ്ഞതിന് എന്റെ ഈ കാലില് ചട്ടുകം വെച്ച് പൊളിച്ചത്. ഇവിടെ വരാൻ ഓണപരീക്ഷയ്ക്ക് ഇതാ മാർക്കെങ്കിൽ നിനക്ക് എങ്ങനെ ഫുൾ എ പ്ലസ് കിട്ടാനാ? നീ ലോകത്തിന്റെ ചൂട് നിറയും. ഒന്ന് ചെയ്യില്ലേച്ച, ഒന്ന് ചെയ്യില്ലേച്ച, ഒന്ന് ചെയ്യില്ലേച്ച. എനിക്ക് പാട്ടിലൊക്കെ ഫസ്റ്റ് ഇല്ലേച്ച. അവളുടെ ഒരു പാട്ട് ഫുൾ എ പ്ലസ്. അത് വാങ്ങാതെ വീടിന്റെ ഗേറ്റ് കടന്നു പോയത്. വീട്ടിൽ ചെന്ന അമ്മ പട്ടിണി കിടന്നു. അച്ഛൻ ചട്ടുക്കം വെച്ച് പൊളിക്ക്. ഞാൻ ഇങ്ങോട്ടേക്ക് പോവാ. ആ മോളെ, നിന്റെ റിസൾട്ട് വന്നോ? എത്ര പ്ലസ് ഉണ്ട്? അതൊക്കെ പോട്ടെ. മോളെ കഴിഞ്ഞ ദിവസത്തിന് മോണായിട്ട് എക്സലന്റ്. അതൊന്ന് കാണിച്ചേ. മോണായിട്ട് ഇപ്പൊ കാണിക്കാൻ. ഞാൻ രാവണൻ, ഗംഗാധിപൻ, സർവസംഹാര ശക്തിയും കൈവരിച്ചവൻ. എല്ലാ രാജാക്കന്മാർക്കുമായി നാം ഒരു ഉപദേശം നൽകാം. ഏതൊരു മംഗളകരമായ പ്രവൃത്തിയും എത്രയും വേഗം പൂർത്തീകരിക്കുകയും അശുദ്ധ പ്രവൃത്തികൾ കഴിയുന്നത്ര വൈകിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലയോ ലിംഗാധിപ, ഇത്രയും ബുദ്ധിയും വിവേകവും ഉള്ള അങ്ങ് എന്തിനാണ് മറ്റൊരാളുടെ പത്നി തിരുദ്യാനത്തിൽ തടവിലിട്ടിരിക്കുന്നത്? ആരാണ് നീ? എന്തിനു വന്നു? കള്ളനാണോ? നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? ശ്രീരാമദൗത്യവുമായി വരുന്ന കവിശ്രേഷൻ എടികൊള്ളുമ്പോൾ ഈ ലങ്കാവാസം അവസാനിപ്പിക്കണമെന്നാണ്. രാവണ, നിന്റെ നാശമടുത്തിരിക്കുന്നു. ലങ്കയുടെ നാശമടുത്തിരിക്കുന്നു. അവൻ വരട്ടെ, നമ്മോട് യുദ്ധം ചെയ്ത് സീതയെ സ്വന്തമാക്കട്ടെ. സ്വന്തമാക്കട്ടെ, സ്വന്താക്കട്ടെ, സ്വന്താക്കട്ടെ. ഇല്ല ടീച്ചറെ, ഞാൻ അവരുടെ സ്വന്തമല്ല. അതുകൊണ്ടല്ലേ അവർ എന്നെ ഇങ്ങനെ തല്ലുന്നേ. എന്താ ടീച്ചറെ, ഫുൾ എ പ്ലസ് ഇല്ലാത്ത കുട്ടികൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ? മോളെ പേടിക്കാതെ ഞാൻ നിങ്ങളുടെ രക്ഷിതാക്കളോട് സംസാരിക്കാം. വേണ്ട ടീച്ചറെ, വേണ്ട. ഞാൻ പോവാ. എങ്ങോട്ടേലും പോവാം. എന്നടി ഇന്നമാതിരി സങ്കടപ്പെട്ടിരിക്കേ? ആകാത് ആകാത് ഉണക്ക് നാ ഇരിക്കടി. ഇന്ന് ഷോപ്പിലെ എല്ലാമേ ശരിയാ. എന്റെ തല, എന്റെ തല. എനിക്കിനി അച്ഛനെ വേണ്ട, അമ്മയെ വേണ്ട. എനിക്ക് കയറി മതി. നിങ്ങൾക്കറിയൂ, എനിക്കും ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ. അതൊക്കെ തകർത്തത് നിങ്ങളാണ്, ഈ സമൂഹമാണ്. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾക്കായിരിക്കും. എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ നമ്മുടെ മക്കളെ തോൽവികളിൽ താഴ്ത്തുമ്പോൾ അവർ ചെന്നെത്തുന്നത് ലഹരി മാഫിയയുടെ കൈകളിലോ മരണത്തിന്റെ കൈകളിലോ ആണ്. എന്നുള്ളവരുടെ തോളിൽ തട്ടി രണ്ട് വാക്ക്. പോട്ടെ, സാരമില്ല. ഈ ലോകത്തിലോ അക്കാദമിക വിജയങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, വിവിധതരം കഴിവുകളെ അംഗീകരിക്കാനും അവസരിക്കാനുമുള്ള കഴിവ് മനസ്സ് നമുക്കുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.